പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. മേളത്തോൾ ബ്രാഹ്മണൻ നാട്ടുകാരെയെല്ലാം വിളിച്ചു വരുത്തി വിഭവസമൃദ്ധമായ സദ്യ നടത്തി. പാവപ്പെട്ടവർക്ക് അരിയും വസ്ത്രവും നൽകി. ഗ്രാമം മുഴുവനും ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയുണ്ടായി. അവൻ വളർന്നു, മുട്ടുകുത്തി നടന്നു. മേളത്തോൾ ബ്രാഹ്മണൻ ഹോമകുണ്ഠം ജ്വലിപ്പിക്കുമ്പോൾ അവൻ മുട്ടുകുത്തി അദ്ദേഹത്തിൻ്റെ പിന്നിൽ ചെന്നിരിക്കും. അദ്ദേഹത്തിൻ്റെ പുറത്ത് 2 കൈകളും ഊന്നി നിൽക്കാൻ നോക്കും. താഴെ വീഴും. എന്താ ഉണ്ണി കാണിക്കണത്? വികൃതി അസാരം കൂടുണ്ട് ട്ടോ, അദ്ദേഹം ശാസിക്കും. അവൻ കിടന്ന കിടപ്പിൽ നിലവിളിക്കും. അമ്മ അന്തർജനം ഓടിയെത്തി അവനെ വാരിയെടുക്കും. അവൻ അച്ഛ എന്നും അമ്മേ എന്നും ഉച്ചരിക്കാൻ തുടങ്ങി. ബ്രാഹ്മണന്റെയും അന്തർജനത്തിൻ്റെയും ഹൃദയം സന്തോഷസാഗരത്തിൽ ആറാടി. നിത്യപൂജയ്ക്ക് വേണ്ട പശുവിൻ പാൽ കറക്കുന്നത് അന്തർജനം തന്നെയാണ്. അവർ പശുവിനെ കറക്കുമ്പോൾ അവൻ തൊഴുത്തിൻ്റെ അഴികളിൽ പിടിച്ചു നിൽക്കും. ഇപ്പോൾ അവൻ്റെ പ്രായം 1.5 വയസ്സ്. മോൻ വീഴും, സൂക്ഷിക്കണേ, അന്തർജനം വിളിച്ചു പറയും. അവൻ വീഴുന്നതായി അഭിനയിക്കും. അന്തർജനം തൊഴുത്തിൽ നിന്നും പെട്ടെന്ന് പുറത്തു വരും. വല്ലതും പറ്റിയോ ഉണ്ണി? അവൻ കുഞ്ഞിക്കൈ കൊട്ടി പൊട്ടിച്ചിരിക്കും. അതെ, പറയിപെറ്റ പന്തിരുകുലത്തിലെ ആദ്യത്തെ സന്താനമായിരുന്നു അവൻ. മേളത്തോൾ അഗ്നിഹോത്രിയായി അവൻ വളരുകയായിരുന്നു. മേളത്തോൾ അഗ്നിഹോത്രി. ഇനി നമുക്ക് വരരുചിയുടെയും പഞ്ചമിയുടെയും അടുത്തേക്ക് തിരിച്ചു വരാം. പഞ്ചമി വീണ്ടും ഗർഭിണിയായി കഴിഞ്ഞിരുന്നു. പഞ്ചമി ഉള്ളിൽ തട്ടി പ്രാർത്ഥിച്ചു, ഈശ്വരാ, ഞാനിതാ എൻ്റെ 2ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു. ഇതിനെയെങ്കിലും വളർത്താൻ അദ്ദേഹത്തിന് തോന്നിക്കണേ, അദ്ദേഹം സമ്മതിക്കണേ. നടന്ന് നടന്ന് വരരുചിയും പഞ്ചമിയും കേരളത്തിലെ മറ്റൊരു ഗ്രാമപ്രദേശത്തെത്തി. ഒരു കൂറ്റൻ കരിമ്പാറ തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് പഞ്ചമി കണ്ടു. അവൾ ആ പാറയിലേക്ക് ഒരു നിമിഷം നോക്കി. കാലുകളുടെ ചലനം താനെ നിലച്ചു. എന്താ നിന്നത് പഞ്ചമി? വരരുചി ചോദിച്ചു. ആ പാറ കണ്ടപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രസവത്തെക്കുറിച്ച് ഓർത്തുപോയി. വരൂ, പോകാം. നമ്മുടെ മകൻ ഇപ്പോൾ എവിടെയായിരിക്കും? വരരുചി ഒന്നും ഉരിയാടിയില്ല. അവനെ വല്ല കാട്ടുമൃഗങ്ങളും കൊന്നു തിന്നിരിക്കുമോ? ഇല്ല, അവൻ വരാനിടയില്ല. അവൻ ഋഷിതുല്യനായ വരരുചിയുടെ മകനല്ലേ? പഞ്ചമിയിൽ നിന്നും ചുടുനിശ്വാസങ്ങൾ ഉതിർന്നു. പഞ്ചമി, നടക്കാനാണ് പറഞ്ഞത്. ഭർത്താവിൻ്റെ പരുഷസ്വരം കേട്ട് പഞ്ചമി ഒന്ന് ഞെട്ടി. അവൾ ധൃതിയിൽ ഭർത്താവിനെ അനുഗമിച്ചു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.